ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. നിറഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി തോട്ടമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചെണ്ടുമല്ലി മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ഒരു യുവ കർഷകന്റെ തോട്ടമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഈ വീഡിയോ. അപ്പൊ വീഡിയോ നമുക്ക് മുഴുവനായിട്ടും കാണാം അല്ലേ? നേരത്തെ കണ്ട് ഓറഞ്ച് ചെണ്ടുമല്ലിത്തോട്ടാണ്. ഇപ്പൊ അതാ യെല്ലോ കളറ് ചെണ്ടുമല്ലിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനിടയിലൊക്കെ കറിവേപ്പ് കൃഷിയുണ്ട് ഇവർക്ക്. ഈ യുവ കർഷകനെ കറിവേപ്പിലി ഇതിനിടയിൽ കൂടെ ഇടവേളയായിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, നല്ല കാറ്റാട്ടോ അവിടെ. എന്തൊരു സുഖ! ചെണ്ടുമല്ലിയുടെ സ്മെല്ല് കേട്ടിട്ട് ഇങ്ങനെ നടക്കാനും നല്ല കാറ്റും, ഭയങ്കര കാറ്റാട്ടോ. അത്രയും ദൂരത്തോളം ഉണ്ട്. നിറയെ കൃഷിയാണ് കേട്ടോ ഇവിടെ. അധികവും കറിവേപ്പിലയാണ്. കറിവേപ്പില, കപ്പ, ഇതെല്ലാം ഇവിടെ നിറയെ കൃഷി ചെയ്യുന്നുണ്ട്. കുറെ ഏക്കർ കണക്കിന് തന്നെ ഉണ്ട്. ഇത് മൊത്തത്തില് തുളസി കൃഷിയാണ്. ഇവിടുന്നാണ് ഒരുവിധം അമ്പലങ്ങളിലേക്കൊക്കെ തുളസി കൊണ്ടുപോകുന്നത്. കണ്ട, നിറയെ ഉണ്ട് തുളസി കൃഷി. ഇതിന്റെ ഇടയിലും പറയാനുള്ള ഒരു കാര്യം, കറിവേപ്പില ഇതിനിടയിൽ നട്ട് വളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ടോ, നിറയെ തുളസി, ഇടയിലൊക്കെ കറിവേപ്പിലയുണ്ട്. കട്ട് ചെയ്ത് അമ്പലങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഇതേ നിറയെ കട്ട് ചെയ്ത് ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. കണ്ടോ, തുളസി ജമന്തിയാണ് അങ്ങ് ദൂരം വരെ നിൽക്കുന്നത്. സീസൺ ആവുമ്പോഴേക്കും ഇപ്പൊ നമുക്ക് ഓണൊക്കെ വരല്ലേ, അപ്പോഴേക്കും ഇതിലൊക്കെ നിറയെ മുട്ട് വന്ന് പൂക്കളാവും. ആ സീസൺ സമയത്തേക്ക്, ഓണത്തിന്റെ സമയത്തേക്ക് നല്ലോണം പൂക്കളാവും ജമന്തി. അതുപോലെ തന്നെ മുല്ല, ഒരു സൈഡ് മുഴുവനും ഇതേപോലെ മുല്ലകള് മൊട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജമന്തി ഒക്കെ നോക്കി, ഇത് രസമായിട്ടാ നോക്കി. കാർത്തിക്കിന്റെ തോട്ടാണ് ഇത്ര നേരം വരെ നമ്മൾ നടന്നു കണ്ടത്. ഇനിയും കുറെ ഉണ്ട്, സമയമില്ല, നമ്മൾ യാത്രയിലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വീണ് കിട്ടിയ ഒരു അസുലഭ നിമിഷം എന്ന് പറയാം. ഇത് തന്നെ നിറയെ തുളസി ചെടികളുടെ കൃഷിയും, അതുപോലെ മുല്ല, പിന്നെ കനകാംബരം, കറിവേപ്പില, ചെണ്ടുമല്ലി, ഇനി എന്താ വേണ്ട എല്ലാ കൃഷിയും ഈ ചെറുപ്പക്കാരൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായി അകത്തിച്ചീരൊക്കെ നിറയെ നിൽക്കുന്നുണ്ട്. ഇത്രയും പ്രായമുള്ള കർഷകരെ കൃഷിയിലോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള സന്തോഷം, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവൻ, അല്ലേ? അപ്പൊ ഒത്തിരി സന്തോഷം കൃഷിയൊക്കെ കാണാൻ കഴിഞ്ഞതിലും, ഇതൊക്കെ ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞതിലും സന്തോഷം. ഇനിയും കൃഷി തുടർന്നുകൊണ്ടേയിരിക്കണം. ഓക്കെ, താങ്ക് യു.